അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോർവിളി കടുത്തതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. അമേരിക്ക ആക്രമിച്ചാൽ മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സംഘർഷം പശ്ചിമേഷ്യ ആകെ വ്യാപിക്കാൻ കാരണമായേക്കാം. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം യൂറോപ്യൻ യൂണിയൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 4 ഭാഗത്തു നിന്നും ഇറാനെ വളയുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും? യുദ്ധത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? മധ്യേഷ്യയിലും ആഗോള സമ്പദ് മേഖലയിലും ആശങ്ക വിതച്ചാണ് ഇറാൻ യുഎസ് യുദ്ധഭീതി ഇങ്ങനെ കനക്കുന്നത്. ആണവ പദ്ധതി ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച ചർച്ചയ്ക്ക് സമയപരിധി കഴിഞ്ഞിട്ടും ഇറാൻ തയ്യാറാകാത്തത് യുഎസ് പ്രസിഡന്റ് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും യുഎസ് അർമാഡയിൽ നിന്ന് ഇറാനെ ഉന്നമിട്ട് ആക്രമണമുണ്ടാകും എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. അത്തരം സൂചനകളാണ് ട്രംപ് നൽകുന്നത്. ഇറാനെ ഉന്നമിട്ട് അർമാഡ പുറപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്താണ് ഈ ഇറാനെ ഭീഷണിപ്പെടുത്താൻ ട്രംപ് ഉപയോഗിക്കുന്ന അർമാഡ? വിമാനവാഹിനി കപ്പലുകളുടെ നേതൃത്വത്തിലുള്ള വൻ പടയെയാണ് അർമാഡ എന്ന് വിളിക്കുന്നത്. യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അനുബന്ധ വെസലുകളും വൻ ആയുധശേഖരങ്ങളും യുദ്ധവിമാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ അർമാഡ. നേരത്തെ തന്നെ അമേരിക്ക സൈനിക നീക്കങ്ങൾ സജീവമാക്കിയിരുന്നു. ഏത് നിമിഷവും ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായെന്നാണ് ലഭിക്കുന്ന വിവരം. അതാണ് ട്രംപും നൽകുന്ന സന്ദേശം. അതിന് പിന്നാലെ ഇപ്പോൾ ഇറാനിയൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ, അതായത് IRGCയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം യൂറോപ്യൻ യൂണിയനും തുടങ്ങിയിരിക്കുകയാണ്. ഇറാനിൽ രാഷ്ട്രീയ മാറ്റം ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ആയിരക്കണക്കിന് പേരെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ ഈ നീക്കം. നേരത്തെ അതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപ് ആക്രമണത്തിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നത്. പക്ഷേ പിന്നീട് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ US അല്ല, യൂറോപ്യൻ യൂണിയൻ അല്ല, ആര് വന്നാലും ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ലെന്ന സന്ദേശം ഇറാൻ ഒരു ഭാഗത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും യുദ്ധത്തിന്റെ മുനമ്പ് വരെ കാര്യങ്ങൾ എത്തിയപ്പോഴും ഇറാൻ തിരിച്ചടിക്കും എന്ന ശക്തമായ സന്ദേശം തന്നെ നൽകിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർമാഡ കാട്ടി വിരട്ടേണ്ടെന്നും ഏത് തരത്തിലുള്ള ആക്രമണമായാലും, അതായത് സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ചെറുതായാലും വലുതായാലും, അതിനെ എന്ത് പേരിട്ട് വിളിച്ച് നിങ്ങൾ ആക്രമിച്ചാലും ഞങ്ങൾ അതിനെ യുദ്ധമായി തന്നെ കാണും, അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകും എന്നതാണ് ഇറാൻ പ്രതികരിക്കുന്നത്. അതായത് ചെറിയ ഒരു പ്രതികരണം നിങ്ങൾ നടത്തിയാൽ പോലും കനത്ത തിരിച്ചടി നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയിരിക്കും എന്ന് ഇറാൻ പറയുകയാണ്. ഇറാന്റെ സൈന്യം സർവ്വസജ്ജമാണെന്നും ഈ കാഞ്ചി വലിക്കാൻ വിരലുകൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്നും പോലും ഇറാൻ നേതൃത്വം പ്രതികരിക്കുന്നുണ്ട്. അതായത് ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിലും നൽകുന്നത്. US-ൽ നിന്ന് ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ ഇറാന്റെ ബദ്ധവൈരികളായ ഇസ്രയേലും കളത്തിലിറങ്ങാം. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ ആകെ ആശങ്കയിലേക്ക് കടക്കുന്ന, ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത് ആ മേഖലയിലാകെ ഒരു യുദ്ധഭീഷണി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യയിലാകെ യുദ്ധം വ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയാൽ ഉണ്ടാവുക. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ആ ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യ ആകെ വ്യാപിപ്പിക്കും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നോക്കിയാൽ ഈ ഇറാൻ ഇസ്രയേലിനെ ലക്ഷ്യമിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇറാൻ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവരെ സഖ്യകക്ഷികളെയും അവരുടെ ബങ്കറുകൾ ഉള്ള ഇടങ്ങളെയും സൈന്യം ഉള്ള ഇടങ്ങളും ആക്രമിക്കുക എന്നതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു മേഖലയാകെ യുദ്ധത്തിലേക്ക് പോകും എന്ന ആശങ്കയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തറിലെ US സൈനിക താവളം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. മധ്യേഷ്യയിൽ US താവളങ്ങൾ തെരഞ്ഞു പിടിച്ചുള്ള ആക്രമണമായിരിക്കും ഇനി ആക്രമണം ഉണ്ടായാലും ഇറാൻ നടത്തുക. മധ്യേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമാകുന്നു എന്ന വിലയിരുത്തൽ ഇതിനകം തന്നെ ആഗോള വിപണിയിൽ പ്രതിഫലിച്ചത് നമ്മൾ കണ്ടതാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കുതിച്ചുകയറ്റം
അത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ പശ്ചിമേഷ്യയിൽ പലയിടത്തായി അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണം ഈ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിലേക്കായിരിക്കില്ല കാര്യങ്ങൾ നീങ്ങുക, മറിച്ച് ഒരു മേഖലയെ ആകെ ബാധിക്കുന്ന യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. നിലവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പ്രതിരോധിക്കാനായി ഇറാഖിൽ അമേരിക്കയുടെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ അമേരിക്കയ്ക്ക് ക്യാമ്പ് ഉണ്ട്. ആരിഫ് ജാൻ, അലി അൽ സലേം എയർബേസ് തുടങ്ങി സൈനിക താവളങ്ങളാണ് അവിടെയുള്ളത്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലും അമേരിക്കയുടെ സൈനികരുണ്ട്. UAE-യിലെ അൽ ബദ്ര എയർബേസിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമുണ്ട്. അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയുടെ ഈ താവളങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തുക. തങ്ങളുടെ മധ്യദൂര മിസൈലുകളുടെ ദൂരപരിധി വെച്ച് ഈ താവളങ്ങൾ ആക്രമിക്കാൻ സാധിക്കും എന്നതാണ് ഇറാന്റെ വലിയ ആത്മവിശ്വാസം. അതാണ് ഈ രീതിയിൽ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കും എന്ന് പറയാൻ ഇറാനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അൽ ഉദൈദ് സൈനിക താവളത്തിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. എന്താണ് തങ്ങളുടെ ശക്തി എന്നത് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തതാണ്. ഇറാനെ വളഞ്ഞിട്ടാക്രമിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യമെങ്കിലും ഇറാന്റെ കരുത്തിനെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ വില കുറച്ച് കാണുന്നില്ല. അതിനാൽ തന്നെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ മറ്റ് രാജ്യങ്ങൾ അമേരിക്കമേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും ഒരു സംഘർഷം ഒഴിവാകുക എന്നതാണ് വേണ്ടത്. അതിന് സാധിക്കുമോ എന്ന സാഹചര്യങ്ങളിലേക്കും സാധ്യതകളിലേക്കുമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇറാനെ ആക്രമിക്കുന്നതിലൂടെ എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നതെന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യതയില്ല. ആശയക്കുഴപ്പങ്ങളാണ്, പല വിധത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ആണവ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് തയ്യാറാകാത്തതാണോ ആക്രമണത്തിന് കാരണമായി US കാണുന്നതെന്ന് ചിലർ ചോദിക്കുന്നു. അത്തരം സൂചനകൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. നേരത്തെ അവിടെ നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു അമേരിക്ക നിലപാട് കടുപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടി അവർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇടപെടും എന്നതായിരുന്നു അമേരിക്കയുടെ ഭീഷണി. പക്ഷേ ഇപ്പോൾ ഈ ആണവ പ്രതിരോധ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഇനി അത് തന്നെയാണോ എന്നതിലും വ്യക്തതയില്ല. ഖമനേയിയെ താഴെ ഇറക്കുക എന്നതാണോ ട്രംപ് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്? അറിയില്ല. ട്രംപിന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. അത് വലിയ രഹസ്യമായി തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഇറാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്നത് മാത്രമാണ് മറ്റുള്ളവർക്ക് അറിയാവുന്നത്, മനസ്സിലാകുന്നത്. ഏത് നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന സാഹചര്യം. സൈനിക കാര്യത്തിൽ അമേരിക്കയെ വെല്ലാൻ ഇറാൻ ആകില്ലെങ്കിലും പശ്ചിമേഷ്യയെ തകർക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാന്റെ പക്കലുള്ളത്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഒക്കെ ഇറാനുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 12 ദിവസം മാത്രം ഉള്ള യുദ്ധത്തിൽ അത് കണ്ടതാണ്. അതിനാൽ തന്നെ ആ മേഖലയെ ആകെ കലുഷിതമാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ, അതിന് മറ്റു രാഷ്ട്രങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയട്ടെ, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവായി പോകട്ടെ എന്നതാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസമൊക്കെ ഈ യുദ്ധത്തിന്റെ ആശങ്കയിലാണ് സ്വർണ്ണവില ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 40,000-ലധികം രൂപയുടെ വർധനയുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മാസം കൊണ്ട് 30,000-ലധികം രൂപയുടെ വർധന ഒരു പവൻ സ്വർണത്തിന് മേൽ വരുന്നതാണ്. ട്രംപ് ഇങ്ങനെ യുദ്ധത്തിനായി കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ സ്വർണ്ണവിലയിൽ മാറ്റം വരുന്നത്. മറ്റ് ആഗോള സാഹചര്യങ്ങളിലൊക്കെയും എല്ലാവർക്കും എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് മാത്രമേ ഈ യുദ്ധ സാഹചര്യം ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഒരുങ്ങുമ്പോഴാണ് ഇത് എങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ നമ്മൾക്ക് എല്ലാം വലിയ രീതിയിൽ അത് തിരിച്ചടി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം ഒഴിവാക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.